ഇന്ന് ഈ കാണിച്ചിരിക്കുന്ന ഈ ആവേശം ഇതെന്നും നിലനിൽക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ കഴിഞ്ഞ ദിവസം ഹൈബി ഈടനെ വിളിച്ചപ്പോ ഹൈബി പറഞ്ഞു ഇതൊരു MP നഗറാണ് ശരിക്കും. കാരണം 3 MP ഓഫീസ് 2 കിലോമീറ്ററിന്റെ റേഡിയസിലാണ്. ജബി മേക്കറുടെ ഓഫീസ് നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ അവിടെ, ഹൈബിയുടെ ഓഫീസ് തൊട്ടിപ്പുറത്ത് SRM റോഡില്, ഈ ഓഫീസ് ഇപ്പോൾ 1 കിലോമീറ്റർ ഇപ്പുറം സ്റ്റേഡിയത്തിൽ. അപ്പോ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫണ്ടിൽ വരുന്നവർ ഇവിടെ ഫണ്ടില്ലെങ്കിൽ നേരെ ഹൈബിയുടെ ഓഫീസിൽ പോകാം, അവിടെ ഫണ്ടില്ലെങ്കിൽ വേണമെങ്കിൽ ജബിയുടെ ഓഫീസിലേക്ക് പോകാം. അങ്ങനത്തെ പല ഗുണങ്ങളുമുണ്ട്. അത് പ്രിയപ്പെട്ട KC ഒരു പ്രത്യേക നിർദ്ദേശം കൊടുക്കണമെന്ന് മാത്രം, ഹൈബിക്കും ജബിക്കും. അപ്പോ ആ രീതിയിൽ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന ഒരു ഓഫീസായി മാറട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നത്. എന്റെ ഓഫീസല്ല, ഇത് എല്ലാവരുടെയും ഓഫീസാണ്. ഞാൻ വേഗം എന്റെ കർത്തവ്യത്തിൽ കിടക്കേണ്ട എല്ലാവർക്കും തിരക്കുള്ളവരാണ്. ഇന്ന് നമ്മുടെ അധ്യക്ഷനായിട്ട് ഇവിടെ ഉള്ളത് പ്രിയ സഹോദരൻ PK ബഷീറാണ്. അപ്പൊ എന്തുകൊണ്ട് PK ബഷീറിനെ അധ്യക്ഷനാക്കിയെന്ന് പലരും ചോദിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ വാപ്പാടെ പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടി കോഴിക്കോട് കടവിൽ വന്നു. അവിടെ ഒരു പ്രസംഗം നടത്തി. ഈ സാത്മി മേ ദം ഹേ എന്ന് പറഞ്ഞു. എന്താ പച്ചമലയാളത്തിൽ പറഞ്ഞാല് ഒരു ഇരട്ട ചങ്കനാണെന്ന് പറഞ്ഞു. അതോടുകൂടി ആ PKBയുടെ കംപ്ലീറ്റ് ലെവൽ മാറിപ്പോയി. ഇനിയിപ്പോ ഇന്നിപ്പോ നിയമസഭ തുടങ്ങിയാണ്. നിയമസഭ തുടങ്ങിയിട്ടും ഞാൻ ഇവിടെ വന്നു എന്നുള്ളത് ഞാൻ പിന്നെ ജീവിതകാലം മുഴുവൻ കേൾക്കേണ്ടി വരും. അപ്പൊ ഒരു അധ്യക്ഷനാർക്കെങ്കിലും ആക്കി കഴിഞ്ഞാൽ അതെങ്കിലും പറഞ്ഞ് എനിക്ക് പിടിച്ചു നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവരെ അധ്യക്ഷനാക്കിയത്. ഏക MLA ആണ്, നമ്മുടെ UDFനെ പ്രതിനിധീകരിച്ചു നിൽക്കുന്ന ഏക MLA ആണ് PK ബഷീർ. പ്രത്യേകം നന്ദിയുണ്ട്. പ്രിയ സഹോദരനാണ്, എല്ലാ കാര്യങ്ങളിലും എന്റെ കൂടെ എപ്പോഴും ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും നേതാവായിട്ടുള്ള, എന്റെ എല്ലാ കാര്യങ്ങളിലും എന്റെ കൂടെ നിന്നിട്ടുള്ള, എന്നെ ഈ സ്ഥാനത്തേക്ക് അവരോധിച്ച ബഹുമാന്യനായ പാലക്കാട് CH ശാബ്ദങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടി മാത്രമാണ് എന്നെ അംഗമാക്കുന്നത്. അപ്പൊ ഈ പരിപാടിയുടെ പ്രാധാന്യം അദ്ദേഹം പറഞ്ഞു. പ്രിയപ്പെട്ട KC വരുന്നുണ്ടെങ്കിൽ അതായിക്കോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ 2 ദിവസമായിട്ട് എറണാകുളത്തുണ്ട്, ഈ പരിപാടിക്ക് വേണ്ടി ഞാൻ നിൽക്കാം എന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് അദ്ദേഹം ഈ പരിപാടിക്ക് വേണ്ടി ഇവിടെ നിന്നത്. അദ്ദേഹത്തെയും വളരെ ബഹുമാനപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട KC, നമ്മളെല്ലാവരും പ്രിയപ്പെട്ട KC എന്ന് വിളിക്കണം. പക്ഷെ ആ രീതിയിൽ വിളിക്കുന്നതിന് അപ്പുറമാണ് അദ്ദേഹം. കാരണം ഞാൻ ഡൽഹിയിൽ എപ്പോഴും കാണുന്നതാണ്. AICC ജനറൽ സെക്രട്ടറി എന്നുള്ളത് വലിയ രീതിയിലുള്ള ഉത്തരവാദിത്വമാണ്, ഉറക്കമില്ലാത്ത രീതിയിൽ ഉത്തരവാദിത്വമാണ്. അതിനിടയിൽ അദ്ദേഹം PAC ചെയർമാനായി. PAC ചെയർമാൻ എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്വമാണ്.